നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വണിയമ്പാറയിൽ ഭീകരത വിതച്ച കഞ്ചാവ് മാഫിയ. പോലീസ് സാന്നിധ്യമറിഞ്ഞ നിരത്തിലൂടെ കാറിൽ അതിവേഗം പാഞ്ഞു രക്ഷപ്പെടാൻ ശ്രമം. വാഹനം റോഡിന് കുറുകെയിട്ട് പോലീസിന്റെ പ്രതിരോധം. പോലീസ് വാഹനം ഇടിച്ചു തകർത്ത മാഫിയ സംഘം തടയാൻ ശ്രമിച്ച ജനങ്ങൾക്കു നേരെ അതിവേഗം പാഞ്ഞെടുത്ത കഞ്ചാവ് നിറച്ച കാർ. ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിക്കാലുകളും തകർത്തു. പോലീസ് കീഴടക്കിയ വാഹനത്തിൽ നിന്ന് വലിയ തോതിൽ കഞ്ചാവ് പിടികൂടി. അക്രമികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനിടെ SIക്ക് പരിക്ക്, 3 പേർ അറസ്റ്റിൽ. ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്തുന്ന കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും തുരത്താൻ ഒടുവിൽ കർമ്മ പദ്ധതി. ജില്ലയിൽ 84.95 കിലോമീറ്റർ ദൂരം സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ തീരുമാനം. പദ്ധതിയിൽ വടക്കാഞ്ചേരി നഗരസഭ, തെക്കുംകര പഞ്ചായത്ത് മേഖലകളിലെ വനാതിർത്തികളും. പദ്ധതി നടത്തിപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സമർപ്പിച്ച പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം ഫണ്ട്. നടത്തിപ്പ് കൃഷി വനം വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്ക്. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ CPMന്റെ ലോക്സഭാ കക്ഷി നേതാവ്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. അംഗീകരിച്ച സ്പീക്കർ രാധാകൃഷ്ണൻ കേരളത്തിൽ നിന്നുള്ള ഏക ഇടത് MP. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടുന്ന ട്രെയിനിന്റെ എഞ്ചിനും കമ്പാർട്ട്മെന്റുകളും വേർപെട്ടു. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപെട്ടത്. ട്രെയിനിന് വേഗം കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. തകരാർ അതിവേഗം പരിഹരിച്ച് റെയിൽവേ. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ്. അകാലത്തിൽ മരണമടയുന്ന വ്യാപാരി കുടുംബങ്ങൾക്ക് കരുത്തിന്റെ കരമൊരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ജില്ലാ കമ്മിറ്റിയും വ്യാപാരി വ്യവസായി ബെനവലന്റ് സൊസൈറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ജീവകാരുണ്യത്തിന്റെ കൂടി സുന്ദര നിറവ്. ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരിയിൽ 20 ലക്ഷം രൂപയുടെ സഹായ വിതരണം. ശനിയാഴ്ച മന്ത്രി കെ രാജൻ സഹായ വിതരണം നിർവഹിക്കും. ബസ്സിൽ പണം നിറഞ്ഞ പേഴ്സ്, കണ്ണു മഞ്ഞളിക്കാതെ കണ്ടക്ടർ. ഉടമയ്ക്ക് നഷ്ടപ്പെട്ട പണമടക്കം വിലപിടിപ്പുള്ള രേഖകൾ തിരിച്ചു നൽകി. സത്യസന്ധതയുടെ മഹാഗോപുരമായി കൊണ്ടാഴി സ്വദേശി സുരേഷ്. ഒറ്റപ്പാലം കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശ്രീകൃഷ്ണ ബസ് കണ്ടക്ടർക്ക് അഭിനന്ദന പ്രവാഹം. 13,000 രൂപയടക്കം തിരിച്ചു ലഭിച്ചത് കുറാഞ്ചേരി സ്വദേശി അബ്ദുൽ വഹാബിന്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേഗക്കുതിപ്പ്. ആദ്യ ഓട്ടോമാറ്റിക് സംവിധാനം എറണാകുളം വള്ളത്തോൾ നഗർ റൂട്ടിൽ നടപ്പിലാക്കും. ചുമതല റെയിൽ വികാസ് നിഗം കേരയിൽ ചേർന്നുള്ള സംയുക്ത സംരംഭത്തിന്. 156.47 കോടി രൂപയുടെ കരാറിന്റെ പ്രവർത്തനകാലം 750 ദിനം. ട്രെയിനുകൾ ഇനി കുതിച്ചുപായും കാലം വരുന്നു. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് രംഗത്ത്. ഒരു ജോലിയും ചെയ്യാത്തവർക്ക് ലക്ഷങ്ങൾ ശമ്പളം നൽകുന്നത് തരം താഴ്ന്ന കീഴ്വഴക്കമെന്നും ഗ്രാമപ്രകാശ്. കലാമണ്ഡലം ഗോപിയെ വൈസ് ചാൻസലർ ആക്കണമെന്നും ആവശ്യം. മെഡിക്കൽ കോളേജ് മേഖലയിലെ തകർന്നു തരിപ്പണമായ റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ആവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. ചെമ്പൂക്കാവ് പൊതുമരാമത്ത് നിരത്തു വിഭാഗം ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നിവേദനം സമർപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം. മേഖലയെ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച്, പ്രതിഷേധ ധർണ നടത്തി. വരവൂരിൽ വീട് ബാറാക്കിയ 42കാരൻ പിടിയിൽ. വ്യാജമദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. മേച്ചേരി വീട്ടിൽ മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതി റിമാൻഡിൽ. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പ് ലംഘിച്ച കടലിൽ മത്സ്യബന്ധനം. മുനക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. എൻജിൻ നിലച്ചതാണ് പ്രതിസന്ധി. ബോട്ടിൽ കുടുങ്ങിക്കിടന്ന 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് ബോട്ട് കരക്കെത്തിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശിയുടെ ബോട്ടാണ് കടലിലകപ്പെട്ടത്.